ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. നോമ്പുകാലം 25-ാം ദിവസത്തിലേക്ക് നാം കടന്നിരിക്കുന്നു. വീണ്ടും ഒരു ആവർത്തനമായി ഞാൻ 25-ാം ദിവസം പറഞ്ഞതിൽ നിങ്ങൾക്കൊരു സംശയമുണ്ടാകാം. ഇതിൻ്റെ വിശദീകരണം ഞാൻ ഇന്നലത്തെ ദിവസം, അതായത് 17-ാം തീയതിയുള്ള നമ്മുടെ നോമ്പുകാല ചിന്തയിൽ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ നമ്മുടെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും അതിനോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങളത് കാണുക. നമ്മുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കുറുനരികളെ, ലഘുപാപങ്ങളെ. ശരിക്കും ബൈബിൾ ഭാഗത്ത് ഈ കുറുനരികളെ കുറിച്ച് പറയുന്നുണ്ട്. കൃഷിയിടങ്ങളിൽ, വിളവുകളിൽ കടന്നു ചെന്ന് ആക്രമിച്ച് കൃഷിയെ തന്നെ പാടെ നശിപ്പിക്കുന്ന ഒന്നാണ് ഈ കുറുനരികൾ. വളരെ ചെറുതാണ്. ഈ കുറുനരിയുടെ ഒരു പ്രത്യേകത, കൃഷിയിടങ്ങളിൽ പ്രവേശിച്ച് അത് മണൽ തുരന്ന് മണലിൻ്റെ അടിയിൽ ചെന്ന് കൃഷികളുടെ തായ്വേരടക്കം വേരുകൾ കണ്ടിച്ചു കളയും. പുറമേ നിന്ന് നോക്കുമ്പോൾ കൃഷിക്ക് ഒന്നും തന്നെ സംഭവിച്ചതായി നമുക്ക് കാണത്തില്ല. എന്നാൽ കുറേ നാളുകൾ കഴിയുമ്പോൾ വേരില്ലാതെ അത് ഉണങ്ങി നശിച്ചു പോകുന്നത് നമുക്ക് കാണാം. ഇതേപോലെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കുറുനരികളാകുന്ന ലഘുപാപങ്ങൾ. ചെറിയ പാപമല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ നിസ്സാരമായി അതിനെ നമ്മൾ തള്ളിക്കളയും. എന്നാൽ ഈ ചെറിയ പാപങ്ങൾ, ഈ കുറുനരിയാകുന്ന ലഘുപാപങ്ങൾ കൂടിക്കൂടി നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വേര് കണ്ടിച്ചു കളയുവാനായിട്ട്, നമ്മുടെ ആത്മീയ ജീവിതം തന്നെ നശിപ്പിച്ചു കളയാനായിട്ട് വളരെ സാധ്യതയാണ്. പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്തിൽ കത്തോലിക്ക സഭ നിർബന്ധമായി പറയുന്ന ഒന്നുണ്ട്, ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കണമെന്ന്. തിരുസഭയുടെ കൽപ്പനകളിൽ നമ്മൾ ഈ നോമ്പ് കാലത്തിലാണ് പ്രത്യേകിച്ച് ആൾക്കാർ കുമ്പസാരത്തിന് അല്ലെങ്കിൽ അനുരഞ്ജന കുദാശയ്ക്കായി ഒരുങ്ങുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിലുള്ള ലഘുപാപങ്ങൾ പോലും ഓർത്തെടുക്കുവാൻ, അവ കുമ്പസാരക്കൂട്ടിൽ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അപ്രകാരം നല്ലൊരു ആത്മീയ ജീവിതവും നല്ലൊരു ക്രിസ്തു ജീവിതവും നമുക്കുണ്ടാകട്ടെ. ദൈവം നിങ്ങളെ ഏവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.